അവരെ ആശ്വസിപ്പിക്കുകയാണ്. Our critics say we have little of substance to offer people in the world that is here and now. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അവർക്ക് നേരിടേണ്ടതായുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആവശ്യമായ സംഗതികളൊക്കെ കൊടുക്കുവാൻ ക്രിസ്തീയ സഭയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത്. Henry David Thoreau said the mass of people lead lives of quiet desperation. ഹെൻറി എന്ന് പറയുന്നതായിട്ടുള്ള ആള് ഇപ്രകാരം പറയുന്നുണ്ട്: ജനസമൂഹം മുഴുവനും ഇപ്പോൾ നൈരാശ്യത്തിൽ കഴിയുന്നതായിട്ടുള്ള ഒരവസ്ഥയിലാണ്. Our critics agree, and they say Christianity has little to offer those people in their quiet desperation. നമ്മുടെ വിമർശകര് വീണ്ടും പറയുന്ന ഒരു സംഗതി, അവരുടെ നൈരാശ്യത്തിന്റെ മധ്യേ അവരെ ബലപ്പെടുത്തുവാൻ തക്ക കാര്യങ്ങളൊന്നും ക്രിസ്തീയ സഭയ്ക്ക് കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് വിമർശകർ പറയുന്നത്. We should not turn a completely deaf ear to our critics. നമ്മുടെ വിമർശകർ പറയുന്നതിനെ അപ്പാടെ നമുക്ക് നിരസിക്കാനായിട്ട് ഒക്കുകയില്ല. For worship hour in some of our American churches can come too much to resemble happy hour. ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ചില പ്രത്യേക പള്ളികളില്, അത് വലിയ ഒരു സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അനുഭൂതി നൽകുന്ന അനുഭവങ്ങളാണ്, അവസരങ്ങളാണ്. An hour or so designed to lull us out of reality. ഈ അവസരങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പസമയത്തേക്ക് നമ്മളെ മാറ്റി നിർത്തുവാൻ പര്യാപ്തമായിരിക്കാം. An hour or so that becomes for us a temporary reprieve from the harsh realities of life. നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്ത അനുഭവങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കുള്ള ഒരു ശമനമായിട്ട് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനകൾ സഹായിച്ചു എന്ന് വരാം. But our worship at its best is not a time to escape from reality. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമയമല്ല നമ്മുടെ ആരാധനാ സമയം എന്ന് പറയുന്നത്. But it is a time to praise God for giving us the strength to go on in spite of the harsh realities of life. നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, അതിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള ബലം ദൈവം നമുക്ക് തന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അവസരമാണ് ആരാധന എന്ന് പറയുന്നത്. It is not a time to come and act as if life has no struggles. ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് വരേണ്ട ആവശ്യമില്ല. As if life has no hardships, no bitter disappointments. നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളോ പ്രതിസന്ധികളോ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. But it is a time to come and say, in spite of these things, we will praise God. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മധ്യേയും ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആരാധനയിലൂടെ നമ്മൾ വെളിവാക്കുന്നത്. When we come week in and week out to bow down before God our Maker. ഓരോ ആഴ്ചയിലും നമ്മൾ ആരാധനയ്ക്ക് വരികയും പോവുകയും ചെയ്യുമ്പോൾ we do not come to escape reality. യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വരവല്ലത്. We come to reaffirm that it is possible to have trust and joy in God. സകല പ്രതിസന്ധികളുടെയും മധ്യേ ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാനും സാധിക്കും എന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ ആരാധന. Even in the midst of the ever-changing circumstances of life. ജീവിതത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിലുള്ള ആശ്രയം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതാണ് നമ്മുടെ ആരാധന. So today we join in testimony with Habakkuk and the prophets of old. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ സാക്ഷ്യത്തോടുകൂടെ നമുക്ക് ചേരുവാനായിട്ട് സാധിക്കുന്നത്. Though the fig tree fails to blossom, ആദ്യവൃക്ഷം തളിർക്കയില്ല, and there be no fruit on the vine, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. Though the produce of olives fail, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, and there be no fruit, അതിന് ഫലമുണ്ടാകുകയില്ല. fields yield no food. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. Though the flock be cut off from the fold, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, and there is no herd in the stall, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല.
Yet we will rejoice. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും.